അതെ, അവനും അവന്റെ കുണ്ടന്മാരും കൂടെ മുങ്ങി തപ്പി എടുത്തതൊക്കെ ചാരമാക്കി തെങ്ങിനിട്ട് നമ്മൾ മൂന്നും രക്ഷപ്പെട്ടു. പക്ഷേ തെളിവിനൊരു കീറ കടലാസ് പോലും ഇല്ലാതെ അവൻ നമ്മളെ എന്നാ പുല്ലുലത്താനാ. ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം, എ റോയൽ സെലിബ്രേഷൻ. കമ്മീഷണർ ഇനി സിറ്റി ഒറ്റയ്ക്ക് ഭരിച്ചോ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് താൻ അവളെ ഞെക്കിപ്പിഴിഞ്ഞ് നീരെടുത്ത് ചണ്ടിയാക്കിയത് ഞങ്ങൾക്ക് അറിഞ്ഞടോ. ഇവിടെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വെച്ച് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർവീസിൽ ഞാനാ സീനിയർ. ഞാൻ ചോദിക്കുന്നതിന് താൻ മറുപടി പറഞ്ഞാൽ മതി. എങ്ങനെയാണോ അവളെ കൊന്നത്? നിന്റെ ഹീമാങ്കലി പൊതുജനത്തിനോട് മതി, പോലീസുകാരോട് വേണ്ട. ആ ചത്തോട് നീട്ടുള്ള സംബന്ധം ഞങ്ങൾക്ക് അറിയാവണം. അമ്മയുടെ ഫോട്ടോ അയ്യോ, എന്താണ് തെറ്റ്? ഇന്നലെ രാത്രി നീ മായാപ്പിളെ ക്വസ്റ്റ്യൻ ചെയ്ത് മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി. എന്നെ ഞങ്ങൾക്ക് അറിയാവണം. താൻ എന്ത് കോപ്പാണ് പറഞ്ഞത്? ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. ഞാൻ DGP ആണെങ്കിൽ ഇനി നീ കാക്കി വെച്ച് ഇടത്തില്ല. നീ സ്റ്റേറ്റ് പോലീസിൽ കാണത്തില്ലടാ. സാറിന് ഇത് തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാോ? തൊപ്പി അടിച്ച് കർമ്മക്കുറ്റി ഞാൻ പൊളിച്ചോടാ പന്ന. എന്ത് ബുദ്ധിമുട്ടാണ് അത് ഇത്ര ആൾക്കാരെ മുമ്പ് വെച്ച്? DGP സർ, കണ്ടവന് വേണ്ടി കുറയ്ക്കാൻ മാത്രം അറിയാവുന്ന ഇയാളോടല്ല ചോദിക്കേണ്ടത്. ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പവറാണിൽ, അവന്മാരോട് ഞാൻ ചോദിച്ചോളാം. ആദ്യം അന്വേഷിക്കുന്ന പവർ ഓൺ സിൻഡിക്കേറ്റുമായി യാതൊരു ബന്ധം എനിക്കില്ല. പവർ ഓൺ പോയിട്ടൊരു മണ്ണെണ്ണ ജനറേറ്റർ വാങ്ങിക്കാൻ പോലുള്ള ത്രാണി എനിക്കില്ല. എന്നെ ഒന്നും ചെയ്ത് ഞാൻ പറയാം. നാം നമ്മെ പരിചയപ്പെടുത്തട്ടെ. ഇളയടത്ത് കൊട്ടാരത്തിലെ വിശാഖം തിരുനാൾ പ്രതാപ വർമ്മ, യുവരാജാവ്. അതിലൊക്കെ അപ്പുറം ഈ പവറുണ്ട് എല്ലാം. ഇലക്ട്രിക്കൽ മാഫിയക്കെതിരെ നീ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ പരിസമാപ്തി എന്റെ മുമ്പിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ നടത്തിയ ഓരോ നീക്കവും ഞാൻ വെട്ടിയത് നീ അറിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും എന്റെ മുഖം നീ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഹാൻഡ് കഫിനുള്ളിൽ എന്റെ കൈകൾ വീഴില്ല. എന്റെ ഹാൻഡ് കഫിനുള്ളിൽ നിന്റെ കൈയും വീഴും. ഞാൻ ഒരുക്കുന്ന കൊലക്കയറിൽ നിന്റെ കഴുത്തും കുടുങ്ങൂടാ.
തലയുടെ മൂർത്തി കാക്കിയിട്ടിരിക്കുന്ന ഈ പാവങ്ങളെ ദൈവത്തിലെ കൊഴുപ്പിളക്കാണ്. മൂർത്തി ഐ വിൽ സസ്പെൻഡ് യു. താൻ എന്നെ ഒരു കോപ്പും ചെയ്യത്തില്ല. താൻ കിടക്കുന്നതിന്റെ രാജിക്കത്തും. ഇപ്പൊ ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നത് സഖാവൻ സമൃദ്ധിയായിട്ട്. ഈ നിമിഷം മുതൽ എന്റെയും രാമദേവ നാനായരുടെ യൂണിഫോമിന്റെ നിറം കാക്കിയല്ല, കടും ചുവപ്പ. അത് ഇനിയും തോക്കോടൂ. തന്റെയും തന്നെ മറ്റവന്മാരുടെയും ചോരയുടെ നിറം കൊണ്ട് താൻ കൂടുതൽ മൂപ്പിക്കും നേടുക. ഒറ്റ തള്ളയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോലും താൻ കാണിച്ച നാടകമൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് താൻ കരുതണ്ട. താൻ തല്ലിച്ചേർത്ത ശരീരവും ചവിട്ടി ചേർച്ച മനസ്സുമായി ആദ്യം ആശുപത്രിയിലാണോ ഇറക്കട്ടോ. അവരിത് സ്റ്റേറ്റ് പോലീസ് കിടക്കണ്ട. വടിയെ കുത്തി നടക്കാറാകുമ്പോ പല രേഖാ കോർപ്പറേഷന്റെയോ അന്തിക്കുന്നോട് എംപിയാക്കാം. അല്ലെങ്കിൽ താനിപ്പോ ചെയ്യുന്ന പോലെ പോലീസിലെ ഊത്തുകാരനാക്കാം. പോരെ പോരാ. പലതരത്തിൽ ഊരാൻ താൻ താഴെയുള്ളപ്പോ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള വേക്കൻസി ഇല്ല. ഒന്നോർത്തു, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇനിയും ചെലവഴിക്കാൻ പോകുന്നത് ആദ്യയുടെ ആയുസ് കൂട്ടാനായിരിക്കും. തിരിച്ചു കൊണ്ടുവരും ഞാനവനെ തന്റെയൊക്കെ തലയ്ക്ക് മീതെ കൂടെ. എന്തിനാണെന്നോ, നിന്റെയും നിന്റെ രാജാക്കന്മാരുടെയും തലപോയി കൗണ്ട് ഡൗൺ ഓൺ ദാറ്റ്. കേരളം തനിക്ക് വേണ്ടി കാത്തിരിക്കും. ഒപ്പം തനിക്ക് പകരം കിട്ടേണ്ടത് വിധിയൊരുക്കി അവസരമാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ദിനേശൻ സാർ നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്താ അതിന്റെ തീരുമാനം? എനിക്ക് പോകണം സാർ. അന്ന് എന്നെ ഒന്നുമല്ലാതാക്കി ജീവച്ഛവമാക്കി വലിച്ചെറിഞ്ഞപ്പോൾ വിലപ്പെട്ടതെല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് തണലായി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് എന്റെ ഇന്ദിര. ഇന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് ശക്തിയായി, ആവേശമായി ഇവളും എന്നോടൊപ്പം ഉണ്ടാവണം. നിന്നോടും എന്നെ ഞാനാക്കി മാറ്റിയ ഈ മൂർത്തി സാറിനോടുള്ള കടപ്പാട് കൂടിയായിരിക്കും എന്റെ ഈ തിരിച്ചുപോക്ക്. ഹലോ, വെറ്റിനറി ഡോക്ടർ രാജഗോപാലിന്റെ വീടല്ലേ? ഞാൻ അമൂട്ടിയ. ഡോക്ടറിന് മരുന്ന് കൊടുത്തു. പക്ഷെ അവനെ വെള്ളം പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടർക്ക് വരണം. ക്ലിന്റൻ ഇവിടെ ഒന്നും കഴിക്കുന്നില്ല. ഡോക്ടറിന് മരുന്നാ കൊടുത്തത്. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. വെള്ളം പോലെ കുടിക്കുന്നില്ല ഡോക്ടർ. എന്നാ ശരി ഡോക്ടർ. അല്ല, ഇത് ആര്? എസ് പി വിളിച്ചു പറഞ്ഞായിരുന്നു? അറിഞ്ഞില്ല. പട്ടിക്ക് നീച്ച വരുത്ത അമ്പട്ടൻ എന്താ കാര്യം? അമ്പട്ടനല്ല, അബൂട്ടിക്ക് കാര്യമുണ്ട്. സേഫിയുടെ കാര്യം പറ. എസ് പിക്ക് ഫാക്സിൽ ഓർഡർ വന്നു. എന്നെയും നിന്നെയും തിരുവനന്തപുരം ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റി. സത്യമാണ് സാറേ? സത്യം. നിന്റെ ഈ കുതിരകളാണ് സത്യം. അബൂട്ടിയല്ലേ പറഞ്ഞത് നമ്മളൊന്ന് ആരിഫാൻ ഓർമ്മയാണല്ലോ. അപ്പൊ വെട്ടാൻ അറിയാവുന്നതിൽ കൊടുവാള് കിട്ടിയല്ലേ? അതെ അബൂട്ടി. ഇനി തലവെട്ട് തുള്ളലായിരിക്കും. വേറെ ഓർഡേഴ്സോ കേട്ടോ? എന്താ? ഇന്ദിരാ മാഡത്തിനെ വീണ്ടും തിരുവനന്തപുരം കളക്ടറാക്കി. അപ്പൊ കൊടുവാളും കൂടെ വടിവാളും കൂടെ ആയോ? നമ്മുടെ പരമായകൻ ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. ഇനി തുടങ്ങാൻ നമുക്ക് പറയോട്ടം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, അതി നാനാർ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഏതായാലും അച്ഛൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഇന്ത്യയുടെ വാശി നടന്നു. ഇതൊരു തുടക്കം മാത്രം. ഈശ്വരന്മാർ മാത്രമുള്ള ഇന്ത്യയുടെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഈ ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ്. ഹിന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്ത് കയറിക്കോളൂ.
വലതുകാലം വെച്ച് കയറണമായിരുന്നു. തല്ലി ഒടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനാടും. കീഴടക്കി മുന്നേറാൻ ഈ ഇടത് തന്നെ ധാരാളം. സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. അതിനും വലിയൊരു ദുഃഖം കൂടി എനിക്കിന് വരുത്തരുത്. ഒന്നും വേണ്ട, കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലേ? നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ. ആർഡിയുടെ മനസ്സിലെ തീ കെടുത്തരുത്. ആ തീയുടെ ചൂടാണ് ആർഡിയുടെ ശക്തി. അതില്ലെങ്കിൽ പിന്നെ ആർഡി ആ ആവേശം കേൾക്കുന്നില്ല. വെൽക്കം ടു ദിസ് ഗ്രേവ്യാർഡ് മിസ്റ്റർ DG. അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കുമ്പോൾ കണ്ടതാ ഞാൻ ഈ തിരുമുഖം. പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് താമസിച്ചുപോയി എന്നറിയാം. രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങയുടെ തലയിൽ കാല് വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും ഉയരത്തിലെത്തണമല്ലോ. സഖാവ് കൃഷ്ണമൂർത്തി, ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അഡ്വൈസർ. ഐ മീൻ ചാണക്യം. വല്ലാതെ വേർത്ത് പോയില്ല വിളിച്ചാൽ ആ BP ഷൂറം വേണമെങ്കിൽ ചെക്ക് ചെയ്ത്. ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ. ഉള്ളതല്ല, ചോര. സാർ ഇരിക്കണം. സാറിന് കുടിക്കാൻ തണുപ്പ് എന്തെങ്കിലും? DGPക്ക് തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി അല്ലേ? ആർഡി, സോറി വേണ്ട, തിരുത്തണ്ട സാർ. പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറെന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്തു നിന്നിരുന്ന ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിനറിയാം. അവന്റെ സമയമൊന്ന് ഇരുട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക. അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസേര. ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ലെന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും. അല്ലെങ്കിൽ രാജി എന്ന 2 അക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അവന്റെ 2ാം വരവിന്റെ വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും. ഇല്ല പിള്ളേ, നിങ്ങളത് ചെയ്യില്ല. ഞാനത് സമ്മതിക്കില്ല. ഐ വോണ്ട് യു ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്തോന്നാണ് പെട്ടിക്കകത്ത്? അല്ല, ക്ഷൗരക്കത്തിയോ സാങ്കല്ലോ വല്ലോ ആണോ? അല്ല സാർ, സാർ ആവശ്യപ്പെട്ട പോലെ കമ്മീഷൻ മയാപ്പുള്ള കേസ് സ്റ്റോറിയും വീഡിയോ ടേപ്പും ഇതിനകത്തുണ്ട് സാർ. മദർസ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. മായാപ്പിള്ള ആത്മഹത്യ പ്രവണതയുള്ള സ്ത്രീയായിരുന്നു. അത് തെളിയിക്കുന്ന ഡോക്ടർ ശാന്തകുമാരിയുടെ സർട്ടിഫിക്കറ്റും ഇതിനകത്തുണ്ട് സാർ. ശാന്തകുമാരി ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ. എന്റെ വീക്ക്നെസ് അതെ. ഈ കണ്ണി കണ്ട വയറ്റാറ്റുകളുടെ അല്ലാതെ ഏതെങ്കിലും തലയ്ക്ക് സ്ഥിരതയുള്ള സൈക്കാട്രിസ്റ്റിന് ലെഫ്റ്റ് ഹെഡിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തന്നെ കൊണ്ട് പറ്റിയില്ല. ചെത്തു പിള്ളേർ കരുത്തേക്കെടുത്തുള്ള പുലിത്തലയല്ല സാറിന് തോളത്തിരിക്കുന്നത്. അശോകത്തുമ്പോ അതിനൊരു വിലയുണ്ട്. അത് അണിയുന്നവന്റെ വില. അത് സാറിനില്ല. തണുത്തതെന്തെങ്കിലും ഒന്ന് പോണം. തിയേറ്റർ റെഡിയല്ലേ സാർ?